മേലുദ്യോഗസ്ഥനെയും കണ്ട് കുറെ നാളത്തേക്കുള്ള ലീവ് എഴുതി കൊടുത്ത് പെണ്ണും കെട്ടി ആടിപ്പാടി കൂടാനുള്ള വരവ് അല്ലേ? തന്റെ കാര്യങ്ങൾ ഇത്ര വിശദമായി അലക്സി എങ്ങനെ അറിയുന്നു എന്നായിരിക്കും. അതെ, തന്റെ കാര്യം. അലക്സി, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ? പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ ആര് കാണാനാ? ആരെയും കാണിക്കാനല്ല, നമുക്ക് തമ്മിൽ നേരെ ചൊവ്വയൊന്നു കാണാനാ. നീ എന്റെ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി തല്ലൂലടാ. അലക്സി, കൊച്ചന്നുള്ളിയുടെ മോള് ചത്ത പഴങ്കഥ നീ കുത്തിപ്പൊന്തിക്കല്ലടാ. അങ്ങാടിയിലെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ചവിട്ടി കയ്യടി വാങ്ങല്ലടാ. എന്റെ കർത്താവേ, എടാ നിന്റെ കാലക്കട പുലിമുറ്റത്ത് അലക്സി എവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒറ്റ രാത്രി ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സണ്ണിച്ചൻ പൊള്ളാച്ചി എത്തേണ്ട നേരം നിന്റെ കഴുത്തിന്റെ മേലെ തല ഉണ്ടാവില്ല. നിന്റെ നാശത്തിന്. പുലിമുറ്റത്ത് അലക്സിക്കും സണ്ണിക്കും താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് കഴുത്തിന് മുകളിൽ ഈ തല വേണമെന്നില്ല. ചെറിയാൻ ചേട്ടാ, അലക്സി കുഞ്ഞിന് ഈ ബെഡ്റൂം ഒന്ന് തുറന്നു കൊടുക്ക. ആണുങ്ങൾ ആരെങ്കിലും കുറെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. വൈകിപ്പോയോ എന്നൊരു സംശയം. ഇനി നോക്കണ്ട, കേറി. ചെറിയാൻ ചേട്ടാ, ചെറിയാൻ ചേട്ടാ, ചെറിയാൻ ചേട്ടാ, ഞാൻ ഉത്തമ, ഉത്തമ, എന്താ സാറേ? നീ ഒന്ന് വന്നേ. എന്താ കാര്യം? നീ വാ, പറയാം. കഴിഞ്ഞു.
ഉത്തമ, എന്റെ കൈ കൊണ്ട അവൻ. ചെറിയ ചേട്ടാ, സർക്കിൾ ഓഫീസിലോ SP ഓഫീസിലോ വിളിച്ച് പറഞ്ഞു താമസിപ്പിക്കണ്ട. പറഞ്ഞേക്ക്. ഉത്തമ സാർ, സാർ. ഉത്തമ, നേരം പുലരാൻ ഇനി അധികം സമയമില്ല. പുലിമുറ്റത്ത് അലക്സിയ ചത്തത്, സണ്ണി ഇറങ്ങാനുള്ളത്. ജയൻ സാറിന്റെയും നമ്മുടെയൊക്കെ ശവം നുള്ളിപ്പെറുക്കിയെടുക്കേണ്ടി വരും പുല്ലൂരാങ്കുന്നിന്റെ മുകളിൽ നിന്ന്. കുട്ടിക്കാലം മുതല് പോലീസുകാരുടെ കൂടെ ജീവിച്ചു കിട്ടിയ ധൈര്യമില്ലേ, ഇപ്പൊ അതാ വേണ്ടത്. ആ ധൈര്യം മാത്രം. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലല്ലോ. മുകളിലിരിക്കുന്നവന്റെ തീരുമാനം നടന്നു എന്ന് വിചാരിച്ചാ മതി. ചാവണ്ടോ നിന്നെ ചത്തത്. വയറ് കീറി കഴുത്തിലും കാലിലും കല്ല് കെട്ടി ഭൂതത്താൻ കയറ്റിക്കൊണ്ട് താത്തുക. ഞാനും വരാം. വേണ്ട, ഞാനായിക്കോളാം. ജയേട്ടനെ നോക്കിയാ മതി. അത് തറവാടിത്തം. ഒടുവിൽ ഞാൻ പറഞ്ഞ പോലെയായി. പന്തിയിൽ ഇലയിട്ട് ആളിരുന്ന ശേഷം കണ്ണിക്കണ്ട ഹോട്ടലിലും കുച്ചിരിയിലും ഒക്കെ ചോറും കൂട്ടാനും അന്വേഷിച്ചൊരു ഓട്ടപ്പാച്ചില് പിശിക്കേ. ഈ വെപ്പുകാർക്ക് ഈ മുറുക്കുന്ന ശീലം അത്ര നല്ലതല്ല. വെക്കുമ്പോ ഞാൻ മുറുക്കാറില്ല. മുറുക്കെന്ന് പറഞ്ഞാൽ വെക്കാറില്ല. അത് തറവാടിത്തം. പതുക്കെ പറഞ്ഞാൽ എനിക്ക് ചെവി കേൾക്കാം. അതും തറവാടിത്തം. അപ്പോഴേ ഇനി 2 ദിവസമേ ഉള്ളൂ. സാധനങ്ങൾ ലിസ്റ്റിംഗ് കൊണ്ട് തരിക, അത് കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കും. പിന്നെ എലിയിട്ടിട്ട് ഓടേണ്ടി വന്ന ഞാൻ ഓടുകയല്ല, തന്നെ ഞാൻ അടിച്ചോടിക്കും. രണ്ടുണ്ടാവില്ല. ഞാൻ വെച്ചാൽ തികഞ്ഞതാ, ബാക്കിയാവുള്ളൂ. അതും വേണ്ട. വില കൂടി അരിയും സാധനങ്ങളാ വാങ്ങിച്ചേരുന്നേ. അത് തറവാടിത്തം. വാചകടിക്കാൽ ജോലി നോക്കണം വെപ്പ. അതും തറവാടിത്തം. ഹലോ ബ്രദേഴ്സ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് കുളിയും ജപമൊന്നുമില്ലേ? ഊണായി. അല്ല, അത് മൂപ്പർക്ക് കല്യാണത്തിന്റെ ഒരു എന്താ പറയാ, ഓ പച്ച മലയാളത്തിൽ കൺഫ്യൂഷൻ എന്ന് പറയും. ആ അത് തന്നെ. കണ്ണ, നീ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നില്ലല്ലോ, ഗൗരിയെ. അവളാ ഇതിന്റെയൊക്കെ ഒരു ആവേശക്കാരി. ഇന്നലെ ഉത്തമേട്ടനെ ഈ വഴിക്ക് കണ്ടില്ല. ഞാൻ നോക്കിയിരുന്നത് ബാക്കി. ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അവിടെ മതി ഒരുങ്ങിയത്. വാ പോവാ. നിന്റെ കല്യാണം അല്ല അവിടെ. അവന്താ തീ ചവിട്ടിയാ നിക്കുന്നേ. ഞാൻ റെഡി. ഇരുട്ടുന്നതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം. മൂപ്പർക്ക് ഇത് എന്തെയാവോ ഒരു കനം? ഏയ് ഒന്നുമില്ല. എന്താ ഇപ്പൊ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. ഇതുപോലൊരു ദിവസം നമ്മുടെ കല്യാണ തലേന്ന് മുറ്റത്തൊരു പന്തല്, നിറച്ച ആൾക്കാര്, ഇതൊക്കെയല്ലേ? വേറെന്താ നമുക്ക് ഓർക്കാൻ അല്ലേ? നാളെ അവരുടെ കൂട്ടത്തില് നമുക്കും അങ്ങോട്ട് കിട്ടിയാലോ? വാ.
ഇത് വണ്ടിയിലേക്ക് വെച്ചേക്കടോ. ആ തറവാടുത്ത സ്വാമി ആള് കത്തിയാണെങ്കിലും പാചകം കേമായിരിക്കും. ആട്ടെ ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയോ ഉത്തമ? ആ കുറേശ്ശെ. അലക്സ് ഇത് എവിടെ പോയതാ? കണ്ണിച്ചാൻ പലതവണ വിളിച്ചിരുന്നു. എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഒറ്റയ്ക്ക് ഇതിനാനുള്ള വല്ല ഓള് കാണും. ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഏത് പണ്ടാറത്തിലാണാവോ. എന്തായാലും ഇന്നെത്താതിരിക്കില്ല, നാളെ ചന്തയല്ലേ. ഇതെന്താ ഉത്തമ ഇത്രയും പൈസ? സാറിന്റെ കല്യാണം നിന്റെ തലയ്ക്ക് പിടിച്ചോ? ഇതാ